വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ടീം മുഴുവൻ. നായാടി മുതൽ നസ്രാണി വരെ. നസ്രാണി എന്ന് പറഞ്ഞാൽ പൊതുവേ ക്രൈസ്തവരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വംശനാശം വന്നുകൊണ്ടിരിക്കുക. യു ടേക്ക് ദ ഡെമോഗ്രഫി ഓഫ് കേരള. 2011 സെൻസസ് നമ്മുടെ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് നെഗറ്റീവ് ഗ്രോത്ത് ആണ്. ഒരു പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഏകദേശം 2.1 എങ്കിലും വേണമെന്നാണ് ലോകത്ത് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതായത് ഒരു കപ്പിൾസിന് കുറഞ്ഞത് 2.1 മക്കൾ ആവറേജ് വേണം. അതില്ല ക്രിസ്ത്യാനിറ്റിയിൽ. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്, സ്വാഭാവികമാണല്ലോ, എണ്ണം കൂടും. ബട്ട് അവരുടെ പെർസെൻറ്റേജ് ഇൻ ദ കേരള പോപ്പുലേഷൻ അത് കുറഞ്ഞു വരുന്നു. 2011 സെൻസസ് തന്നെ അവർ 17%, 19% മറ്റോ ഉള്ളൂ ക്രിസ്ത്യാനികൾ. ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ എണ്ണം കൂടുന്നുണ്ട്, പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു. ഇത് വംശനാശം സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ. വർദ്ധിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. ഉടനെ വർഗീയം അങ്ങനെയൊന്നും പറയണ്ട. വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വർദ്ധിക്കുന്നുമില്ല. കാരണം ഈ 4 കല്യാണം കഴിക്കുക, 4ലധികം കുട്ടികളുണ്ടാവുക, ഈ സ്വഭാവമൊക്കെ മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ കുറഞ്ഞാണ് വരുന്നത്. നമ്പർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേറ്റഡ് മുസ്ലിംസ്, അവരുടെ എണ്ണം സമുദായത്തിൽ കൂടി വരുന്നു. അതിൻ്റെ ലക്ഷണമാണ് എക്സ് മുസ്ലിം